കോഴിക്കോട് നിന്ന് ഈ വാർത്ത എന്തുകൊണ്ട് നമ്മൾ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രവാസികൾ ഏറ്റവും കൂടുതലുള്ളൊരു മേഖലയാണ് മലബാർ മേഖല. പ്രവാസികളുടെ കാലാകാലങ്ങളായുള്ള ഒരു ആവശ്യമെന്ന് പറയുന്നത് വിശേഷ അവസരങ്ങളിൽ വിമാന നിരക്ക് ഗണ്യമായി ഉയരുന്നത്, അതിൽ അടിയന്തരമായൊരു ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഉൾപ്പെടെ ഭാഗത്ത് നിന്ന് വേണമെന്നായിരുന്നു. ഇന്നിപ്പോൾ സുപ്രീം കോടതി വളരെ ശക്തമായി ആ ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നു. കോടതി തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. പ്രവാസികളുടെയും ആഭ്യന്തര സർവീസുകൾ യാത്ര ചെയ്യുന്നവരുടെയും ഒക്കെ ഒരു ആശ്വാസമാകുന്നൊരു നിലപാട് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. തീർച്ചയായും കെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ തന്നെയാണ് ഉത്സവ സീസണാകുന്ന സമയത്ത് ഇത്തരത്തിൽ കരയിലും ആകാശത്തും എല്ലാം തന്നെ കൊള്ള നടക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് ഓണം, വിഷു പോലുള്ള ഉത്സവ സീസൺ സമയത്താണ് ഇത്തരത്തിൽ വിമാന നിരക്ക് കുത്തനെ കൂടുന്ന സാഹചര്യമുള്ളത്. നമുക്കറിയാം, ഇന്ന് സുപ്രീം കോടതി കർശന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്ന്. ഒപ്പം തന്നെ ജസ്റ്റിസ് വിക്രംനാഥ്, ജസ്റ്റിസ് സന്ദീപ് മേത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചിന് മുമ്പാകെയാണ് ഈ ഹർജി എത്തിയിട്ടുള്ളത്. സെപ്റ്റംബർ 7 വീണ്ടും ഈ ഹർജി പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതിനുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് തന്നെ വിമാന കമ്പനികൾക്ക് മെമ്മോറാണ്ടം നൽകുന്നതുൾപ്പെടെയുള്ള നടപടികളുമായി കേന്ദ്രം മുന്നോട്ട് പോകുമെന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഹർജിക്കാർ പറയുന്നത് ഇത്തരത്തിൽ വിമാന കമ്പനികൾ കൊള്ള നടത്തുമ്പോൾ കേന്ദ്രം ഇതിന് കൂട്ടുനിൽക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. കേരളത്തിൽ നിന്നും UAE-യിലേക്ക് ഇപ്പോൾ 35,000 മുതൽ 80,000 രൂപ വരെ ടിക്കറ്റ് നിരക്ക് ഉയർന്നിരിക്കുന്ന സാഹചര്യമാണ്. സീറ്റ് കുറയുന്ന സാഹചര്യത്തിൽ, ഡിമാൻഡ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വിമാന കമ്പനികൾ തോന്നുംപടിയാണ് ഇത്തരത്തിൽ കുത്തനെ നിരക്ക് കൂട്ടുന്നത്. നമുക്കറിയാം, ഓഗസ്റ്റ് അവസാനം സെപ്റ്റംബർ ആദ്യ വാരം ഏറ്റവും കൂടുതൽ പ്രവാസികൾ മടങ്ങുന്നതിന്, പ്രത്യേകിച്ച് കുട്ടികൾക്കുൾപ്പെടെ സ്കൂൾ അവധി അവസാനിക്കുന്ന ഒരു സാഹചര്യം കൂടെ ഗൾഫ് മേഖലകളിലുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കുത്തനെ കൂടുന്നത്. അതായത് ഒരു കുടുംബം നാട്ടിൽ നിന്ന് വന്നു പോകുമ്പോൾ ലക്ഷങ്ങൾ ഇതിനു വേണ്ടി ചെലവാക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. ഏതായാലും സുപ്രീം കോടതിയുടെ ഇടപെടലും ഒപ്പം തന്നെ കേന്ദ്രത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങളും ഉൾപ്പെടെ വരികയാണ് എങ്കിൽ അത് വലിയ തരത്തിലുള്ള ഒരാശ്വാസമായിരിക്കും മലയാളികൾക്ക്, പ്രത്യേകിച്ച് മലബാർ മേഖലയ്ക്ക്.